ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പൂച്ചെടി നല്ല പൂവുണ്ടാകുന്നല്ലേ, ഇലയുണ്ടാകുന്ന ഇലച്ചെടി നടാൻ പോകുക കേട്ടോ. ഇലച്ചെടികൾ രണ്ട് തരമുണ്ട്. ഒന്ന് പുറത്ത് വെക്കുന്നുണ്ട്, ഒന്ന് വീടിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വീടിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ചെടി പിടിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു മോഡലിലാണ് പിടിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾക്ക് കാണാലോ. അകത്ത് വെക്കുന്ന ചെടികൾ എല്ലാവർക്കും ഒരുപോലെ സ്ഥലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്കിവിടെ സ്ഥലം കുറവാണ്, പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ എൻ്റെ സ്റ്റെയറിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും എനിക്കൊരു തോന്നൽ. അതും അഗ്ലോണിമയൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വലിയ ചട്ടി വെച്ചാൽ നമുക്ക് ആ സ്റ്റെയർ കേസിലൂടെ നടക്കാൻ കഴിയില്ല. സ്റ്റെപ്പിലൂടെ വീടിലൊക്കെ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ വീതി കുറവാണല്ലോ. ഹോസ്പിറ്റല് വലിയ ബിൽഡിങ്ങിനൊക്കെ പോലെ അല്ലല്ലോ വീടിൻ്റെ സ്റ്റെയർ കേസ്. അപ്പം ഞാൻ വീടിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ വെക്കാൻ ഇതുകൊണ്ടാണ് ഞാൻ ഇനി പൂച്ചെടി വെക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് നനച്ചു കൊടുക്കുകയൊന്നും വേണ്ട, നനക്കുന്നൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റിൽ നമ്മളിങ്ങനെയുള്ള ഒരു കുപ്പി എടുക്കുക. അത് ബിസ്ലേരിൻ്റെ ഒരു കുപ്പിയാണ്. കുപ്പികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അത് സ്റ്റിക്കറൊന്നും വേണ്ട, സ്റ്റിക്കറൊക്കെ അങ്ങ് പറിച്ച് കളയാം. ഇതിൻ്റെ അടപ്പ് നിർബന്ധം കേട്ടോ. അടപ്പാണ് ഇതിൻ്റെ മെയിൻ താരം. ഇതിവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കുപ്പിൻ്റെ ഇവിടെ അങ്ങ് കട്ട് ചെയ്യുക. കുറച്ച് മേലെയായിട്ടൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കൈ മുറി. ഇത് മൂർച്ചുള്ള കത്തിയ. ഇത് കണ്ട് ഓരോരുത്തർ ചെയ്യുമ്പോൾ എന്നെ പറയരുത്, ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. ഇത് നമ്മളൊന്നും ചെയ്യണ്ട, ഇത് ഇങ്ങനെ തന്നെ വെക്കുക. ഇനി ഈ അടപ്പില്ലേ, അടപ്പിന് നമ്മൾ ഒരു ഹോൾസ് കൊടുക്കണം. ഹോൾസ് കൊടുക്കാൻ ഒന്ന് ചൂടാക്കിയിട്ട് പപ്പടകോല് ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് നമ്മൾ സിമ്മിലിടാം, കൂടുതൽ കത്തിയൊന്നും വേണ്ട. എന്നിട്ട് പപ്പടകോലെടുത്ത് ഇതൊന്ന് ചൂടാക്കുക. വേഗം ചൂടാവും, ആ ഗ്യാസല്ലേ. എന്നിട്ട് ഇതിൻ്റെ അടപ്പിനുള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഹോൾസായി. ഇനിയാണ് അടുത്ത പരിപാടി. അതിന് വേണ്ടത് ചാക്കുനൂല്. ഇത് ഞാൻ ചാക്കുനൂലിൻ്റെ ഒരു കെട്ട് വാങ്ങിയതാട്ടോ. ചാക്കുനൂലെടുത്തിട്ട് പീസാക്കി നമ്മൾ ഹോൾസ് ഇടുന്നുണ്ടല്ലോ, ഇതിനൊരു ഹോൾസ് ഇടുന്നില്ലേ, അത് ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇനി അങ്ങോട്ട് കെട്ടിയാൽ മതി. ഞാൻ കെട്ടി കാണിച്ചു തരാം. ഇതിങ്ങനെ കെട്ടി കാണിച്ചു തരാം കേട്ടോ. ഒരു നൂലിതിൻ്റെ ഹോൾസിലൂടെ ഇങ്ങനെ കടത്തുക. എന്നിട്ട് ഇതിനിങ്ങനെ ഒരു കെട്ടിടുക. അതാണ് ഇതിൻ്റെ റിസ്ക്കുള്ളൊരു പണി. റിസ്ക് അല്ല, നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം കയറിപ്പോകുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രക്രിയയാണ് ഇത്. കാണിച്ചു തരാം ഇനി അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇതിന് ഹോൾസൊന്നുമില്ല, ശ്രദ്ധിക്കാനുള്ളതിന് ഹോൾസില്ല. നമുക്ക് പണ്ട് കാലത്ത് മണ്ണെണ്ണ വിളക്ക് തിരി കത്തിക്കുന്നില്ലേ, ആ ഒരു സിസ്റ്റമാണ് ഇത് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളും അങ്ങനെ ആക്കി കഴിഞ്ഞു. കാരണം കോണിപ്പടിയുടെ സൈഡിൽ വെക്കുന്നതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കണം. വട്ടം പറ്റില്ലല്ലോ. അപ്പോൾ വേണ്ടാത്ത വേസ്റ്റ് കുപ്പികളാണ് നമ്മളിനി യൂസ്ഫുൾ ആക്കുന്നത്. ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് മണ്ണ് നിറക്കട്ടെ. മണ്ണ് നിറച്ചിട്ട് കാണിച്ചു തരാം. എല്ലാത്തിനും മണ്ണ് നിറച്ച് അടിയിൽ വെള്ളം ഒഴിച്ച് ചെടി വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാത്തിനും മണ്ണ് നിറച്ചു. കണ്ടില്ലേ, എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് നിറച്ചു. ഇങ്ങനെയുള്ള പാഴ്വസ്തുക്കളെ കൊണ്ട് അല്ല അലങ്കാരമാക്കി ഉണ്ടാക്കുക. നല്ല ഭംഗി ഉണ്ടാവും ഒരേ നിരപ്പിൽ വന്നാൽ. ഇത് പെയിന്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പെയിന്റ് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ പിന്നെ പെയിന്റ് മേലേക്കൊന്നും പോകുന്നില്ല. നീ അതിൽ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. അതിൻ്റെ അടിയിൽ ഭാഗം മേലെ മണ്ണിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഞാൻ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ചാക്കുനൂലുണ്ട്, ചാക്കുനൂല് നനഞ്ഞാൽ മതി. എല്ലാത്തിനും വെള്ളം ഒഴിച്ചു.
മണ്ണിട്ട് ഇനിയാണ് ഞാൻ ചെടി വെക്കാൻ പോകുന്നത്. ഇത് മറിഞ്ഞു വീഴൊന്നും ഇല്ല കേട്ടോ, നല്ല ഉറപ്പിൽ നിൽക്കും. കാരണം അത് കനമുണ്ടല്ലോ, വെള്ളവും മണ്ണും ഒക്കെ ഉള്ളത് കൊണ്ട്. ഇതാ എൻ്റെ ചെടി നിറയെ തയ്യ, ഇതിൻ്റെ അടി ഫുള്ള് തയ്യ. ഇതാണ് ഞാൻ അതിലേക്ക് നടാൻ പോകുന്നത്. ഇത് ഇൻഡോറാണിത്. ഇതിനങ്ങനെ വെയിലൊന്നും തട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഓരോന്ന് പിരിച്ചിട്ട് ഞാൻ അതിൽ നടുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. ഒരു കുപ്പിയിലാകുമ്പോൾ ഇങ്ങനെ ചെതറി ഇങ്ങനെ ചുറ്റും ശാഖകളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ ഒരു തണ്ട് നട്ടതായിരുന്നു ഇത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായത് നോക്ക് എത്രയാന്നുള്ളത്. ഇന്നലെ ഇവിടെ ചെടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇതിലൂടെ പോകുന്നവർ നിർത്തി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് ഞാൻ നടട്ടേന്ന് വിചാരിച്ചു. ഞാൻ കട്ട് ചെയ്യാം, അധികമൊന്നും വേണ്ട, 8 എണ്ണം മതി. 8 എണ്ണത്തിനെ ഞാൻ റെഡിയാക്കിയുള്ളൂ. എന്നൊരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ, നാശമാവാത്ത രീതിയിൽ. ഇതാ വേരോട് കൂടെ കിട്ടി, നല്ല വേരോട് കൂടതാ. അങ്ങനെ ഞാൻ കുറേ ഉണ്ട്, ഇതിനൊക്കെ വേരുണ്ട്. ഇതൊക്കെ എടുത്തു. ഇതിനെല്ലാം വേരാ. ഒന്നിൽ നിന്നാണ് ഇത്ര അധികം ഉണ്ടായത്, ഒറ്റ ഒന്നിൽ നിന്ന് കണ്ടോ. അങ്ങനെ നടുക കേട്ടോ. നല്ല ഭംഗിയിലുണ്ടാവട്ടെ, നല്ല വിചാരിച്ച പോലെ തന്നെ ഉഷാറാവട്ടെ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അഗ്ലോണിമ ചെടി നിൽക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്കിത് നനച്ചു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി അങ്ങ് ഉഷാറിൽ നേരിയ നനവ് മേലെ കയറിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ മണ്ണെണ്ണ വിളക്ക് തിരി കത്തിക്കുന്ന ആ സിസ്റ്റമാണ് ഇത്. ഇനി ഒന്നും കൂടി തിളങ്ങും, കാരണം അകത്താ വെക്കുന്നത്. പിന്നെ അതിന് 2-3 ശാഖൊക്കെ അടിയിൽ നിന്ന് മുളച്ച് വന്നാലേ കുപ്പി പിന്നെ കാണൂല. കുപ്പി മൂടുന്ന രീതിയിൽ ഇത് ഉഷാറാവും. അപ്പോൾ ഇത് ഞാൻ നട്ടിട്ടേ ഉള്ളൂ. ഇനി വളർന്ന് വരുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കൂട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? ഉഷാറല്ലേ? വലിച്ചെറിയുന്ന കുപ്പിക്ക് റോട്ട് വന്നൊക്കെ കിട്ടുന്ന കുപ്പിയാട്ടോ. ഞാൻ റോഡ് നന്നാക്കുമ്പോൾ അങ്ങനെ വീടിൻ്റെ മുമ്പിലുള്ള ഭയങ്കര ഇഷ്ടം. അങ്ങനെ നോക്കി നിൽക്കുക. എനിക്കിങ്ങനെയൊക്കെ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നോട്ട നല്ല ഭംഗിയിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു. എൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇത്ര വീതിയല്ല സ്റ്റെപ്പിനുള്ളൂ, അപ്പം പിന്നെ കഴിയില്ലല്ലോ. അപ്പം ഈ സൈഡിൽ ഇങ്ങനെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഒറ്റ ശാഖല്ലേ ഞാൻ വെച്ചുള്ളൂ. ഇനി ഇതിൽ 2, 3, 4 കൊനങ്ങ് നിറയും. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടല്ലോ, വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. അടിയിൽ നിന്ന് നേരിയ തോതിൽ ഇങ്ങനെ കയറി വരും. അതുകൊണ്ട് എന്താ സ്റ്റെപ്പ് കേട് വരൂല, നനച്ചു കൊടുക്കണ്ട, കേട് വരൂല. ആ തിരിയിൽ ഇങ്ങനെ മെല്ലെ കയറി വരും. ഇടയ്ക്കൊന്ന് നമ്മൾ നനച്ചു കൊടുത്താൽ മതി. പിന്നെ കുട്ടികളിലാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഇതുമായിട്ടൊന്ന് കെട്ടിയാൽ മതി. കെട്ടി വെച്ചാൽ നേരിയ കമ്പി എടുത്ത് കെട്ടിയാൽ മതി. ഇവിടെ കുട്ടികളൊന്നും ഉപ്പല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ 1, 3, വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ നിങ്ങളെ കാണിക്കൂട്ടോ, നിങ്ങളെല്ലാം ഞാൻ കാണിക്കൂ ഇതിൻ്റെ. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ ചെയ്ത് നോക്കുക. എൻ്റെ ഞാൻ ഒരു തണ്ട് നട്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.